ഏറെ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, ദുഃഖവെള്ളിയുടെ ഈ സന്ദേശം നൽകുമ്പോൾ പെലിക്കൺ പക്ഷിയുടെ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ആരംഭിക്കാമെന്ന് ഞാൻ ഓർക്കുകയാണ്. നിങ്ങളെല്ലാവരും ഒരുപക്ഷെ ചിത്രങ്ങളിലെങ്കിലും പെലിക്കൺ പക്ഷിയെ കണ്ടിട്ടുണ്ടാവും. പല പള്ളികളുടെയും മുഖവാരത്തിലും അൾത്താരയിലുമൊക്കെ പെലിക്കൺ പക്ഷിയുടെ രൂപം ചിത്രീകരിക്കാറുണ്ട്. പടാട്ടുപാറയിൽ പുതിയ പള്ളി പണിയുന്ന നേതൃത്വം കൊടുക്കുവാൻ സാധിച്ചപ്പോൾ അതിൻ്റെ മുഖവാരത്തിലും പെലിക്കൺ പക്ഷിയുടെ രൂപം മുദ്രണം ചെയ്തിട്ടുള്ളത് ഞാൻ ഓർക്കുകയാണ്. വെള്ള നിറമുള്ള വലിയ പക്ഷിയാണ് പെലിക്കൺ പക്ഷി. കൊക്കിൻ്റെ ചുണ്ട് പോലെ നീണ്ട ചുണ്ട് അതിനുണ്ട്. സാധാരണഗതിയിൽ അതിൻ്റെ ചിത്രം നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ഈ പക്ഷി നിവർന്നിരിക്കുന്നു. അതിൻ്റെ നീളമുള്ള ചുണ്ടുകൾ കൊണ്ട് സ്വന്തം നെഞ്ചകത്തേക്ക് കുത്തുന്നു. അവിടെ നിന്നും രക്തത്തുള്ളികൾ ഇറ്റിറ്റ് താഴേക്ക് വീഴും. അത് സ്വീകരിക്കുവാനായി പെലിക്കൺ പക്ഷിയുടെ കുഞ്ഞുങ്ങൾ 3-4 എണ്ണം വാവിളർന്ന് ഇരിക്കുന്നു. ഇതിനൊരു പശ്ചാത്തലമുണ്ട്. പെലിക്കൺ പക്ഷി വൃക്ഷങ്ങളുടെ ശിഖരങ്ങളിൽ കൂട്ടുകൂടും. ഈ കൂടിനുള്ളിൽ മുട്ടയിട്ട് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ വളർന്ന് വലുതായി വരുന്ന നാളുകളിൽ ചിലപ്പോൾ പാമ്പുകൾ കയറി ഈ കുഞ്ഞുങ്ങളെ ആക്രമിക്കും. തള്ളപ്പക്ഷി ഇര തേടുവാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കാണുന്നത് കുഞ്ഞുങ്ങളെ വിഷബാധയേറ്റ് പിടഞ്ഞു മരിക്കുവാൻ തുടങ്ങുന്നതാണ്. ഉടനെ ആ തള്ളപ്പക്ഷി കൊടുക്കാവുന്ന ഏക ഔഷധമെന്ന് പറയുന്നത് അതിൻ്റെ തന്നെ ഹൃദയരക്തമാണ്. അപ്പോൾ തള്ളപ്പക്ഷി കൂർത്ത ചുണ്ടുകൾ കൊണ്ട് സ്വന്തം മാറിടത്തിലേക്ക് കുത്തുകയും അവിടം പിളർന്ന് രക്തത്തുള്ളികൾ താഴേക്ക് വരികയും ചെയ്യും. അത് സ്വീകരിച്ച് ഈ പക്ഷി കുഞ്ഞുങ്ങൾ രക്ഷപ്രാപിക്കും. പക്ഷേ തള്ളപ്പക്ഷി പിടഞ്ഞ് മരിക്കുകയും ചെയ്യും. 2000 വർഷം മുമ്പ് മനുഷ്യമക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വന്തം ഹൃദയരക്തം ഒഴുക്കിക്കൊടുത്ത ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വലിയ ജീവിത ബലിയുടെ ഓർമ്മയാണ് ദുഃഖവെള്ളിയാഴ്ച നമ്മൾ ആചരിക്കുന്നത്. ഈ ദുഃഖവെള്ളിയുടെ എല്ലാ കൃപയും നിങ്ങൾക്ക് ഏവർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദുഃഖവെള്ളിയുടെ സന്ദേശമായി ഒന്നാമതായി പറയുവാനുള്ളത് ദൈവം മനുഷ്യനെ എത്രമാത്രം സ്നേഹിച്ചു എന്നുള്ളതിൻ്റെ അടയാളപ്പെടുത്തലാണ് ഈ ദിനം എന്നതാണ്. യോഹന്നാൻ 3:14 നമ്മൾ വായിക്കുന്നു, എന്തെന്നാൽ അവന് വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഏകജാതന യേശു മിശിഹ എത്രമാത്രം മനുഷ്യരെ സ്നേഹിച്ചു എന്നുള്ളതിൻ്റെ അടയാളമാണ് ആ കുരിശുമരണം. അവസാനത്തുള്ള രക്തം വരെയും മനുഷ്യമക്കൾക്ക് വേണ്ടി അവിടുന്ന് നൽകുകയാണ്. പെലിക്കൺ പക്ഷിയെ പോലെ സ്വന്തം ഹൃദയരക്തം നൽകി മറ്റുള്ളവരെ രക്ഷപ്പെടുത്തുകയും സ്വയം മരണപ്പെടുകയും ചെയ്യുന്ന ദിവ്യമായ സ്നേഹം. ദുഃഖവെള്ളിയുടെ രണ്ടാമത്തെ സന്ദേശം പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് അനുരഞ്ജനത്തിൻ്റെ അടയാളമാണ് എന്നുള്ളതാണ്. ഈശോ മരിച്ച കുരിശിന് 2 ഭാഗങ്ങളുണ്ട്. നെടുകെയുള്ള ഭാഗവും കുറുകെയുള്ള ഭാഗവും. നെടുകെയുള്ള ഭാഗം സ്വർഗവും ഭൂമിയും തമ്മിൽ അഥവാ ദൈവവും മനുഷ്യനും തമ്മിൽ അനുരഞ്ജനപ്പെട്ടതിൻ്റെ അടയാളമാണ്. നമുക്കറിയാവുന്നതുപോലെ ആദിമ പർദീസായിൽ ദൈവം സ്വന്തം ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് ഉൽപ്പത്തി പുസ്തകം 1:27 നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സകല സൗഭാഗ്യങ്ങളും അവനെ നൽകി പർദീസായിൽ നിയമിച്ചാക്കിയതാണ്. പക്ഷേ മനുഷ്യൻ പാപം ചെയ്തു. ഒരിക്കൽ ദൈവം തോട്ടത്തിലൂടെ വരുമ്പോൾ മനുഷ്യനെ കാണുന്നില്ല. ഉൽപ്പത്തി 3:9 ദൈവം ചോദിക്കുന്നുണ്ട്, ആദം നീ എവിടെ? ഉടനെ ആദം മറുപടി പറഞ്ഞു, നഗ്നനായതുകൊണ്ട് ഞാനിവിടെ ഒളിച്ചിരിക്കുകയാണ്. ഈ ചോദ്യവും അതിന് കൊടുത്ത ഉത്തരവും വളരെയേറെ ആത്മീയമായ അർത്ഥങ്ങളുള്ള കാര്യമാണ്. ദൈവത്തിന് ആദം എവിടെയാണ് ഇരിക്കേണ്ടത് എന്നുള്ള ആ സ്ഥലമാണ് അറിയേണ്ടതെങ്കിൽ ആ ചോദ്യം ചോദിച്ചപ്പോൾ ആദം അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ദൈവം അവിടെ നിന്ന് കാര്യം മനസ്സിലാക്കിയിട്ട് നീ എഴുന്നേറ്റ് പോരുക എന്ന് പറയേണ്ട കാര്യമേ ഉള്ളൂ. പക്ഷേ ഞാൻ നഗ്നനായതുകൊണ്ട് ഒളിച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ ദൈവം അവരോട് തിരിച്ച് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? അരുത് എന്ന് ഞാൻ പറഞ്ഞത് നീ ചെയ്തുവല്ലേ? അതെ, അരുത് എന്ന് ദൈവം പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് മനുഷ്യനിൽ ഈ നഗ്നതാബോധവും കുറ്റബോധവും
പാപബോധവും ആത്മഹത്യാ ചിന്തയും എല്ലാം കയറിക്കൂടുന്നത്. എങ്ങനെയെങ്കിലും ദൈവിക മുമ്പിൽ നിന്നും ഒളിച്ചോടുവാൻ വേണ്ടി മനുഷ്യൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് മാർട്ടിൻ ബൂബർ എന്ന് പറയുന്ന യവന ചിന്തകൻ ഈ ചോദ്യത്തിന് കൊടുക്കുന്ന മനോഹരമായ ഒരു വ്യാഖ്യാനമുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് പേരെന്താണ്, വീട് എവിടെയാണ്, ജോലി എന്താണ് എന്നൊക്കെ ചോദിക്കുന്നത് അതിൽ നിന്നും എന്തെങ്കിലും മറുപടി കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ അറിവ് കിട്ടുവാൻ വേണ്ടി കേട്ടാം. പക്ഷെ ദൈവത്തിന് ഇങ്ങനെ അറിവ് കിട്ടേണ്ട ആവശ്യമില്ല. പക്ഷെ ദൈവം എന്തിനാണ് പിന്നെ ചോദ്യം ചോദിച്ചത്? ആരോടാണ് ചോദിച്ചത്? ആ മനുഷ്യനെ അവന്റെ അസ്തിത്വപരമായ അവസ്ഥയെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടി കേട്ടാണ്. അതായത് ആദം നീ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ അർത്ഥം ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ നീ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും നാം ഓരോരുത്തരും ഈ ദുഃഖവെള്ളിയാഴ്ച നമ്മോട് തന്നെ ചോദിക്കണം, ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം എവിടെ നിൽക്കുന്നു? ആത്മീയമായ സ്വാതന്ത്ര്യം അനുഭവിച്ച് ദൈവം തിരുമുമ്പിൽ വ്യാപരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതെയോ ഓടി ഒളിക്കുന്നത് പോലെയുള്ള മനോഭാവങ്ങൾ നമ്മളെ വേട്ടയാടുന്നുണ്ടോ എന്ന്. രണ്ടാമതായിട്ടുള്ള ബന്ധം സഹജീവികളുമായിട്ടുള്ള ബന്ധമാണ്. കുരിശിന് കുറുകെയുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ മനുഷ്യനും മനുഷ്യനും തമ്മിൽ അനുരഞ്ജനപ്പെട്ടതിന്റെ അടയാളമാണ്. എവിടെ വെച്ചാണ് മനുഷ്യനും തമ്മിൽ അകന്നു പോയത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതും ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരു സംഭവമാണ്. 4-ാമത്തെ അധ്യായത്തില് കായേനും ആബേലും തമ്മിൽ അകൽച്ച സംഭവിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. കായേന് ആബേലിനോട് അസൂയയും വൈരാഗ്യവും ഉണ്ടാവുകയാണ്. തുടർന്ന് അനുജനെ വയലിലേക്ക് വിളിച്ചു കൊണ്ടുപോയി അവിടെ വെച്ച് വാക്കുതർക്കമുണ്ടായി ആബേലിനെ കായേൻ കൊന്നു. ആബേലിന്റെ നിഷ്കളങ്ക രക്തം ഭൂമിയിൽ പതിക്കപ്പെട്ടപ്പോൾ ആ രക്തം സ്വർഗത്തിലേക്ക് നിലവിളിയായി ഉയർന്നു. ഉടനെ ദൈവം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്നിട്ട് കായേനോട് ചോദിച്ചു, കായേൻ, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? ഉൽപ്പത്തി 4:9 ഈ ചോദ്യം നമ്മൾ കാണുന്നത്. പക്ഷേ ഈ ചോദ്യത്തിന് കായേൻ കൊടുക്കുന്ന മറുപടി ഒരു മറുചോദ്യമാണ്. എൻ്റെ സഹോദരന്റെ കാവൽക്കാരനാണോ ഞാൻ? അതായത് സഹോദരന്റെ കാവൽക്കാരനായി നീ എന്നെ നിയമിച്ചിട്ടുണ്ടോ എന്ന മറുതലിക്കുന്ന ചോദ്യം. ദൈവം അവിടെ ഉത്തരം മുട്ടിപ്പോയി എന്നാണ് നമ്മൾ കാണുന്നത്. കൂടുതലൊന്നും ദൈവം സംസാരിക്കുന്നില്ല. കാരണം ദൈവത്തിന് മനുഷ്യന്റെ അഹന്തയുടെ മുമ്പിൽ വാക്കുകൾ ഇല്ലാതെ പോവുകയാണ്. യഥാർത്ഥത്തിൽ ഞാൻ സഹോദരന്റെ കാവൽക്കാരനാണോ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി കിട്ടുന്നത് യേശുമിശിഹ ഈ ഭൂമിയിലേക്ക് വന്നപ്പോഴാണ്. നീ നിന്റെ സഹോദരന്റെ കാവൽക്കാരൻ മാത്രമല്ല, അവന് വേണ്ടി ജീവൻ ബലി കഴിക്കുവാൻ പോലും സന്നദ്ധനാകണമെന്ന് അവിടുന്ന് പഠിപ്പിച്ചു. അപ്രകാരം സ്വന്തം ജീവിതത്തിൽ ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ ബലി കഴിച്ചുകൊണ്ട് യേശു അതിന് ഉദാത്തമായ മാതൃക നൽകുകയും ചെയ്തു. അങ്ങനെ മനുഷ്യനും തമ്മിലുള്ള ശിഥിലമായ ബന്ധം അവിടുന്ന് കുരിശിലൂടെ പുനഃസ്ഥാപിക്കുകയായിരുന്നു. ദുഃഖവെള്ളി നൽകുന്ന പ്രധാനപ്പെട്ട അടുത്ത സന്ദേശം എന്ന് പറയുന്നത് ഇത് അനുരഞ്ജനത്തിന്റെ അടയാളം എന്നതുപോലെ തന്നെ ക്ഷമയുടെ അടയാളമാണ് എന്നതാണ്. മനുഷ്യന് പലപ്പോഴും സ്വാർത്ഥപരമായ കാരണങ്ങളാൽ മറ്റുള്ളവരുടെ വിരോധമുണ്ടാകാം. പക്ഷേ അത് പകയായി തീർന്ന് ഒരാൾ തെറ്റ് ചെയ്തു, മറ്റേയാൾ തിരികെ ചെയ്തു, ഇയാൾ വീണ്ടും ചെയ്തു, അങ്ങനെ പ്രതികാരം ചെയ്തുകൊണ്ടിരുന്നാൽ പ്രതികാരത്തെ ചങ്ങലക്കണ്ണി നീണ്ടു പോവുകയേയുള്ളൂ. ഇതിനെ ഒന്ന് തകർക്കുവാൻ സാധിക്കണമെങ്കിൽ ലോകത്ത് നൽകപ്പെട്ടിട്ടുള്ള ഏക ആയുധമാണ് കുരിശ് എന്ന് പറയുന്നത്. കുരിശ് കൊണ്ടടിച്ചാൽ പ്രതികാരത്തിന്റെ ഏതു ചങ്ങലയും തകരും എന്നുള്ളതാണ് സത്യം. ഇത് തകർത്ത് കളഞ്ഞില്ലെങ്കിൽ പ്രതികാരം കൂടി മുമ്പോട്ട് പോവുകയും അത് ചെയ്യുന്നവനെയും അതിൻ്റെ ഇരയാവുന്നവനെയും നശിപ്പിക്കുകയും ചെയ്യും. ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഒരിക്കൽ നാട്ടിൻപുറത്ത് നിന്നും വർഷങ്ങൾക്ക് മുമ്പ് മലബാറിലേക്ക് ഒരു കുടുംബം കുടിയേറിപ്പാർ. ആദ്യ നാളുകളായതുകൊണ്ട് 50ഓളം ഏക്കർ ഭൂമി അവർ വെട്ടിപ്പിടിച്ചു. അവിടെ കൃഷിയൊക്കെ ചെയ്ത് ധാരാളം വിളവുകളൊക്കെ കെട്ടി നല്ല സമൃദ്ധിയിൽ ഈ കുടുംബം ജീവിച്ചു വരികയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുടുംബത്തിന്റെ പറമ്പിന്റെ അതിരിലൂടെ മറ്റൊരു കുടുംബത്തിന് വഴി ആവശ്യമാണ്. ആ വഴിക്ക് വേണ്ടി പല പ്രാവശ്യം ചോദിച്ചു, കിട്ടിയില്ല. പിന്നീട് അവർ ബലമായിട്ട് വെട്ടുവാൻ പരിശ്രമിച്ചു. അത് വാക്ക് തർക്കത്തിലും പ്രശ്നങ്ങളുമൊക്കെ ചെന്നുപെട്ടു. അപ്പോൾ ഈ ഗ്രഹനാഥന്റെ മകൻ, പ്രായപൂർത്തിയായ മകൻ അപ്പനോട് പറഞ്ഞു, അപ്പ നമുക്ക് ഇത്രയും ഭൂമിയൊക്കെ ഉള്ളതല്ലേ, നമുക്ക് ആ വഴി ഒന്ന് വിട്ടുകൊടുത്തേക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പൻ എന്ത് ചെയ്താൽ സമ്മതിക്കുകയില്ല. നീ ഇപ്പൊ അതൊന്നും അന്വേഷിക്കേണ്ട,
നമുക്ക് പാടുപെട്ട് കിട്ടിയ ഭൂമിയാണ് എന്നൊക്കെ പറഞ്ഞ് ദിവസങ്ങൾ മുമ്പോട്ട് പോയി. കുറെ നാളുകൾക്ക് ശേഷം അതൊരു അടിപിടിയായി തീർന്നു. മാരകമായി മുറിവേറ്റ് ഈ മകൻ ആശുപത്രിയിൽ കിടക്കുകയാണ്, ബോധം കെട്ട്. പിന്നീട് ബോധം തെളിഞ്ഞപ്പോൾ അവൻ വീണ്ടും അപ്പനോട് പറഞ്ഞു, അപ്പ നമ്മൾ എന്തിനാ ഈ ഒരു അല്പം ഭൂമിക്ക് വേണ്ടി ഇങ്ങനെ പ്രശ്നമുണ്ടാക്കുന്നത്? ഒരു വഴിയുടെ കാര്യമല്ലേ, വിട്ടുകൊടുത്തേക്കാം. അപ്പോഴും അപ്പം പറഞ്ഞു, നീ ഇപ്പൊ ഇതൊന്നും ആലോചിക്കേണ്ട, രോഗമൊക്കെ മാറട്ടെ എന്ന്. എന്തായാലും രോഗസൗഖ്യമായി മകൻ വീട്ടിലെത്തി. മകനെ വീട്ടിലാക്കിയതിന് ശേഷം അപ്പൻ പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ നല്ലൊരു സമ്മാനം വാങ്ങിച്ചുകൊണ്ട് വന്നു. അത് പൊതിഞ്ഞ് മകന്റെ കയ്യിൽ കൊടുക്കുകയാണ്. മകൻ അത് വിടർത്തി നോക്കിയപ്പോൾ വലിയ ഒരു കഠാരയാണ്. എന്നിട്ട് അപ്പം പറഞ്ഞു, ഞാൻ പാടുപെട്ടുണ്ടാക്കിയ ഭൂമിയ, ഇതിനെ സംരക്ഷിക്കുവാൻ ഇത് നിനക്ക് ആവശ്യം വരും, ഇരിക്കട്ടെ എന്ന്. പ്രിയമുള്ളവരെ, ഓർക്കുക, സ്വന്തം അപ്പൻ മകന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്ന കഠാര പ്രതികാരം എന്നും തുടർന്നുകൊണ്ടേയിരിക്കണം എന്നുള്ള സന്ദേശമാണ് നമുക്കറിയാം. ഇപ്രകാരം മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ലോകത്തിൽ സമാധാനം ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് യേശു മിശിഹ ഇത്തരം മനോഭാവങ്ങളെയും ചിന്താഗതികളെയും നിയമങ്ങളെയും ഒക്കെ തിരുത്തുവാൻ സന്നദ്ധമായത്. മലയിലെ പ്രസംഗം അല്ലെങ്കിൽ ഗിരിപ്രഭാഷണം എന്നറിയപ്പെടുന്ന മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ വളരെയേറെ കാര്യങ്ങൾ പഴയ നിയമത്തിൽ നിന്നും ഈശോ തിരുത്തി പറയുന്നുണ്ട്. പഴയ നിയമ പശ്ചാത്തലത്തിൽ പ്രതികാരം ചെയ്യുകയൊക്കെ സ്വാഭാവികമായി അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ ഈശോ പറയുക, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, അങ്ങനെ പ്രതികാരം ചെയ്യരുത്. അല്ലെങ്കിൽ അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, അവർക്ക് നന്മ ചെയ്യുവിൻ. വ്യഭിചാരം ചെയ്യരുത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. കൊല്ലരുത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. ചുരുക്കത്തില് ചെയ്യാമെന്നൊക്കെ ധാരണയുണ്ടായിരുന്ന നിയമങ്ങളെയൊക്കെ മാറ്റിക്കുറിച്ചുകൊണ്ട് ഈശോ സ്നേഹത്തിന്റെ, വലിയ ക്ഷമയുടെ, വിട്ടുവീഴ്ചയുടെ, ശത്രു സ്നേഹത്തിന്റെ, ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ വക്താവായി മാറുകയാണ്. അവിടുന്ന് ഈ കാര്യങ്ങൾ പഠിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി എന്നുള്ളതിന് തെളിവാണ് ദുഃഖവെള്ളിയാഴ്ച. വളരെയേറെ വേദന സഹിച്ചുകൊണ്ട് കുരിശിൽ കിടക്കുമ്പോൾ പ്രാണവേദനയിൽ പിടയുന്ന സമയത്ത് ഈശോ നടത്തിയ വലിയൊരു പ്രാർത്ഥനയുണ്ട്, നമുക്കതറിയാം. തന്നെ ചാട്ടവാറ് കൊണ്ട് അടിച്ചവര്, തന്നെ കുരിശ് ചുമപ്പിച്ചവര്, തന്നെ ദാരുണമായി കുരിശിലേക്ക് ചേർത്ത് ആണിയടിച്ചവര്, അവർക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, ഇവ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ഇതാണ് ദുഃഖവെള്ളിയാഴ്ച നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. മനുഷ്യൻ എത്രമാത്രം ക്ഷമിക്കുവാൻ തയ്യാറാകണമെന്ന് യേശു സ്വന്തം ജീവിത അനുഭവത്തിലൂടെ പഠിപ്പിക്കുകയാണ്. ദുഃഖവെള്ളി നൽകുന്ന അടുത്ത സന്ദേശം, ദൈവം മനുഷ്യനോട് ക്ഷമിച്ചതുപോലെ മനുഷ്യൻ പരസ്പരം ക്ഷമിച്ചുകൊണ്ട് എപ്പോഴും ജീവിക്കുവാൻ സന്നദ്ധമാകണം എന്നത് തന്നെയാണ്. ഇനിയും ഈ ദുഃഖവെള്ളിയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഇന്നത്തെ സന്ദേശത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് സ്വീകരിക്കാവുന്ന കാര്യമാണ്, ഇവിടെ തെളിഞ്ഞു നിൽക്കുന്ന കഥാപാത്രങ്ങളിൽ ചിലരെയൊക്കെ നമ്മൾ അനുകരിക്കണം, ചിലരെയൊക്കെ അനുകരിക്കരുത് എന്നുള്ളത്. അനുകരിക്കരുതാത്ത ഒന്നാമത്തെ കഥാപാത്രം യൂദാസാണ്. ഈശോയെ ഒറ്റിക്കൊടുത്തുകൊണ്ട് 30 വെള്ളിത്തുട്ടുകൾ സ്വന്തമാക്കിയ ക്രിസ്തു ശിഷ്യൻ. ഈ 30 വെള്ളിത്തുട്ടുകളുമായി അവൻ പോകുമ്പോഴാണ് അവനൊരു വിവരം കിട്ടുന്നത്, ഈശോയെ കുരിശിൽ തറയ്ക്കുവാൻ വേണ്ടിയിട്ട് പീലാത്തോസ് വിധിച്ചു എന്ന്. അപ്പോൾ തന്നെ അവൻ തിരികെ അധികാരികളുടെ പക്കലേക്ക് ഓടുന്നു. അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഇതേ നിങ്ങൾ തന്ന പൈസ പിടിച്ചുകൊള്ളുക, ഗുരുവിനെ വേഗം വിട്ടുതരിക എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഇനി അതൊന്നും സാധ്യമല്ല. യൂദാസ് ആ 30 വെള്ളിത്തുട്ടുകളാകുന്ന പണസഞ്ചി ദേവാലയത്തിൽ വലിച്ചെറിഞ്ഞിട്ട് പോയി കെട്ടിത്തൂങ്ങി ചത്തു എന്നാണ് പറയുക. ഒരിക്കലും ഒറ്റിക്കൊടുക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യരുത് എന്ന വളരെ കൃത്യമായ സന്ദേശം നമുക്കിവിടെ കിട്ടുകയാണ്. അവന് കിട്ടിയ 30 വെള്ളിക്കാശിൽ നിന്നും ഒരു തുണ്ട് പോലും, ഒരു ചെറിയ നാണയം പോലും അവന്റെ സ്വന്തമായ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ യൂദാസിന് സാധിച്ചില്ല എന്നുള്ള വലിയ സത്യം നമ്മൾ ഓർക്കുക. അവൻ ദേവാലയം വലിച്ചെറിഞ്ഞപ്പോൾ ചിന്നിച്ചെറിയ ആ നാണയത്തുട്ടുകൾ അവിടെ ഉണ്ടായിരുന്നത് പെറുക്കിക്കൂട്ടി. അത് ഭണ്ഡാരത്തിലിടുവാൻ തുടങ്ങിയപ്പോൾ ഒരാൾ പറഞ്ഞു, അരുത്, അത് ഭണ്ഡാരത്തിലിടരുത്, കാരണം ഇത് രക്തത്തിന്റെ വിലയാണ്. അതുകൊണ്ട് ആ പൈസ കൊടുത്ത്
അവർ വിജാതിയരെ സംസ്കരിക്കുവാൻ വേണ്ടി സിമിത്തേരി പറമ്പ് വാങ്ങി എന്നാണ് പറയുക. ഞാൻ പറഞ്ഞു വരുന്നത്, ദിവ്യമായ സ്നേഹത്തെ ഒരിക്കലും ഒറ്റിക്കൊടുക്കരുത്. അത് കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ അങ്ങനെയാണ്. ജീവിത പങ്കാളിയെ ഒറ്റിക്കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ മാതാപിതാക്കളെ ഒറ്റിക്കൊടുത്തുകൊണ്ട്, മക്കളെ ഒറ്റപ്പെടുത്തുകൊണ്ട് സമ്പാദിക്കുവാൻ ശ്രമിക്കുന്നതൊന്നും ശാശ്വതമായി നിലനിൽക്കുകയില്ല. അത് അവരവരുടെ നാശത്തിനെ ഭവിക്കുകയുള്ളൂ എന്നുള്ള വലിയ സത്യം യൂദാസിന്റെ അനുഭവം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ അനുകരിക്കരുതാത്ത രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് പീലാത്തോസ് ആണ്. പീലാത്തോസ് ഈശോയെ വിചാരണ ചെയ്തപ്പോൾ വളരെ കൃത്യമായി മനസ്സിലാക്കി, ഈ മനുഷ്യൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അവനത് പരസ്യമായി പറയുകയും ചെയ്തു, ഈ മനുഷ്യനിൽ ഞാൻ കുറ്റമൊന്നും കാണുന്നില്ല. സാധാരണ ഒരു ജഡ്ജി അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അതുകൊണ്ട് പ്രതിയെ ഞാൻ നിരുപാധികം വിട്ടയക്കുന്നു എന്നാണ് വിധിവാചകം എഴുതേണ്ടത്. പക്ഷെ അവിടെ സംഭവിച്ചത്, സ്വന്തം കസേര സംരക്ഷിക്കുവാൻ വേണ്ടി ക്രിസ്തുവിനെ പീഡിപ്പിക്കുവാൻ കുരിശുമരണത്തിന് വിട്ടുകൊടുത്തു എന്നുള്ളതാണ്. ഒരിക്കലും ഇങ്ങനത്തെ അന്യായമായ വിധികൾ നടക്കരുത്. ഭരണാധികാരികൾ സ്വന്തം കാര്യം നടത്തുവാൻ വേണ്ടി ആരെയും ദ്രോഹിക്കരുത്, ആരെയും നശിപ്പിക്കരുത്, ജീവിതങ്ങളെ വഴിയാധാരമാക്കരുത് എന്ന് വളരെ കൃത്യമായി ദുഃഖവെള്ളിയുടെ ദിനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമതായി അനുകരിക്കാത്തത് എന്ന് പറയുന്നത് വ്യക്തികളല്ല, അത് ജനക്കൂട്ടമാണ്. ഈശോയിൽ നിന്നും ധാരാളമായ അനുഭവങ്ങൾ നേടിയിട്ടുള്ളവരാണ്. 5,000 പേർക്ക് വിഭജിച്ച് നൽകിയപ്പോൾ ഒരുപക്ഷെ അതൊക്കെ വാങ്ങി ഭക്ഷിച്ചവരുണ്ട്. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയതും മരിച്ചലാസിനെ ഉയർപ്പിച്ചതും നിരവധിയായ മറ്റ് അത്ഭുതങ്ങളുമൊക്കെ കണ്ടവരാണ്. പക്ഷേ ചിലരുടെയൊക്കെ പ്രേരണയ്ക്ക് വിധേയമായി ക്രിസ്തുവിന്റെ വിധി നടക്കുന്ന സമയത്ത്, വിചാരണ നടക്കുന്ന സമയത്ത് അവർ വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. എല്ലാ നന്മയെയും എല്ലാ സ്നേഹത്തെയും മറന്നു പോകുന്ന ജനക്കൂട്ടം. അവിടെ മുമ്പിൽ വെച്ച് പീലാത്തോസ് കൈ കഴുകിക്കൊണ്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അപ്പോൾ എന്താണ് ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞത്? അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വീണുകൊള്ളട്ടെ എന്ന്. അനാവശ്യമായ ശാപം ഒരിക്കലും ഏറ്റെടുക്കരുത് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. കാരണം ഇസ്രായേൽ ജനം ഈ ശാപം ഏറ്റെടുത്തിട്ട് 2000-ലേറെ വർഷം കഴിഞ്ഞു. അതിൽ നിന്ന് അവർക്ക് വിടുതൽ പ്രാപിക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. പരസ്യജീവിതകാലത്ത് തന്നെ ഈശോ പറഞ്ഞായിരുന്നു, ജെറുസലേം ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിപ്പിക്കപ്പെടുമെന്ന്. സത്യത്തിൽ പിന്നീട് ചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ച് നമുക്കറിയാം. ഇപ്പോൾ ജെറുസലേം ദേവാലയത്തിന്റെ ഏതാനും അവശിഷ്ടങ്ങൾ മാത്രം, ഭിത്തിയുടെ ഒരു ഭാഗം മാത്രമാണ് അവിടെയുള്ളത്. ഇന്നും അവിടെ ചെല്ലുന്നവർക്ക് കാണാൻ ഞാൻ കണ്ടിട്ടുണ്ട്, യഹൂദർ ഇപ്പോഴും വന്ന് ആ ദേവാലയത്തിന്റെ ഭിത്തിയിൽ നെറ്റി ഇടിച്ചുകൊണ്ട്, ശിരസ് മുട്ടിച്ചുകൊണ്ട് ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ദൈവകൃപ ഒഴുകി എത്തുന്നതിന് തടസ്സമായി നിൽക്കുന്ന യാതൊരു പ്രവൃത്തികളും നമ്മളാരും ചെയ്യരുത്. അനാവശ്യമായ ശാപങ്ങൾ വലിച്ചു വയ്ക്കരുത് എന്ന് ഈ ദിനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈശോയുടെ ദുഃഖവെള്ളിയായി ബന്ധപ്പെട്ട് അനുകരിക്കാവുന്ന ധാരാളം കഥാപാത്രങ്ങളെ നമുക്ക് അവിടെ കാണും. എല്ലാവരെയും കുറിച്ചും വിശദീകരിക്കുന്നില്ല. പത്രോസ്, ഞാൻ ഈ മനുഷ്യനെ അറിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയുടെ മുമ്പിൽ ഈശോയെ തള്ളി പറഞ്ഞതാണ്. പക്ഷെ പിന്നീട് യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ട് ഹൃദയം നുറുങ്ങി കരഞ്ഞ് പ്രാർത്ഥിച്ച് ആ മനുഷ്യൻ വീണ്ടും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു. ഈശോയെ കുരിശിന്റെ വഴിയെ സഹായിക്കുവാൻ കടന്നു വന്ന ശിമയോൻ അനുഗ്രഹീതനായി തീർന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ ജെറുസലേം പുത്രന്മാരെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് വിലപിച്ചു കൊള്ളുവിൻ, എന്നെ ഓർത്ത് വിലപിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ ആശ്വസിപ്പിക്കുന്ന സ്ത്രീകളുണ്ട്. തങ്ങളെ കൊണ്ട് പറ്റാവുന്നത് പോലെ കുരിശിന്റെ വഴിയെ ഈശോയ്ക്ക് സാന്ത്വനമായി അവർ പ്രാർത്ഥനയുമായി ഈശോയുടെ ഒപ്പം അണിചേരുവാൻ സന്നദ്ധമാവുകയാണ്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈശോയുടെ കുരിശുമരണവുമായി ബന്ധപ്പെട്ട് അനുകരിക്കാവുന്ന വ്യക്തികളുണ്ട്, അനുകരിക്കരുതാത്ത വ്യക്തികളുണ്ട് എന്ന വലിയ സത്യവും നമ്മൾ ഓർക്കുക. അവസാനമായി ദുഃഖവെള്ളിയെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ, ഈ ദിനത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് ഗുഡ് ഫ്രൈഡേ എന്നുള്ളതാണ്. എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരുടെയും ചിന്തകൾക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. സത്യത്തിൽ ദുഃഖവെള്ളി എന്നാണ് മലയാളത്തിൽ പറയുന്നതെങ്കിലും ഇതൊരു നല്ല വെള്ളിയാണ്. മനുഷ്യരക്ഷ സാധ്യതമായതിൻ്റെ ഓർമ്മ ദിനമാണ്. മനുഷ്യന് വേണ്ടി എല്ലാ പാപഭാരവും ഏറ്റെടുത്ത് ദൈവപുത്രനായ ക്രിസ്തു കുരിശിലേറി സ്വയം ബലിയായി അർപ്പിച്ച് മനുഷ്യന്റെ രക്ഷ സാധ്യതമാക്കിയ ദിനം. ഇത് രക്ഷയുടെ ദിനമാണ്. ഈ ദിനം നമുക്ക് ഏവർക്കും പ്രത്യാശ നൽകുന്ന ദിനമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ, വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ എന്തെങ്കിലുമൊക്കെ പാപങ്ങൾ ചെയ്തു പോയി
ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് എങ്കിൽ വീണ്ടും മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുവാൻ സാധ്യതയുണ്ട് എന്ന് ദുഃഖവെള്ളിയാഴ്ച നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് പരിഹാരം മുന്നേ കൂട്ടി ചെയ്തവന്റെ ദിവ്യമായ ജീവിത ബലിയോട് ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങൾക്ക് അർത്ഥമുണ്ടാവും. പ്രത്യേകിച്ച് സഹനബാധകളിലൂടെ കടന്നു പോകരുത് ഓർക്കുക. കുരിശിന്റെ വഴിയെ സഞ്ചരിക്കുന്നതായി ധ്യാനിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹനങ്ങൾ ക്രിസ്തുവിന്റെ സഹനങ്ങളോട് ചേർത്ത് വയ്ക്കണം. നാനാജാതി മതസ്ഥരായ ആളുകൾ ഈ സന്ദേശം അനുസരിക്കുമ്പോൾ വീണ്ടും വീണ്ടും എനിക്ക് പറയുവാനുള്ളത്, ദുഃഖവെള്ളി എന്ന് പറയുന്നത് രക്ഷയുടെ ദിനമാണ്. ക്രിസ്തുവിന്റെ സഹനത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും സഹനങ്ങൾക്ക് അർത്ഥമുണ്ട് എന്ന് എപ്പോഴും ഓർക്കുക. കാരണം ക്രിസ്തുവിന്റെ മരണം, ക്രിസ്തുവിന്റെ സഹനം രക്ഷാകരമായിരുന്നുവെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും സഹനങ്ങള്, നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ പീഡകള്, അസ്വസ്ഥതകള്, സാമ്പത്തിക ക്ലേശങ്ങള്, മറ്റ് ദുരിതങ്ങള് എല്ലാം ക്രിസ്തുവിന്റെ കുരിശിനോട് അവന്റെ സഹനത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഇവയെല്ലാം രക്ഷാകരമായി തീരും. നമ്മുടെ ആത്മരക്ഷയ്ക്കും നമ്മുടെ കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിനും സമൂഹത്തിന്റെ നന്മയ്ക്കും എല്ലാം അത് കാരണമായി തീരും. മത്തായി സുവിശേഷം 16:26 വളരെ വ്യക്തമായി ഈശോ പഠിപ്പിക്കുന്നു, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്തു പ്രയോജനം? മനുഷ്യൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? അതുകൊണ്ട് ഈ ദിനം ആത്മരക്ഷയെ കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരുപക്ഷെ അറിവില്ലായ്മ കൊണ്ട് പലപ്പോഴും പലവിധ തെറ്റായ പ്രവർത്തികളിലൂടെയൊക്കെ നീങ്ങിപ്പോകാൻ നമുക്ക് ഇടയായിട്ടുണ്ടാവും. ഈശോയെ പീഡിപ്പിച്ചവരെ പോലെ, ഈശോയെ കുരിശിൽ തറച്ച ആ ഗ്യാങ്ങിന്, ആ പട്ടാള വ്യൂഹത്തിന് നേതൃത്വം കൊടുത്ത ശതാധിപൻ ഒരാളുണ്ടായിരുന്നു. ഈശോ കുരിശിൽ മരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ, ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ, അവന്റെ ദിവ്യമായ മരണം അടുത്ത് കാണുവാൻ സാധ്യത കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ ശതാധിപന് കണ്ണിന് വെളിച്ചം തെളിച്ചു. അവൻ പറയുകയാണ്, സത്യമായും ഈ മനുഷ്യൻ നീതിമാനായിരുന്നുവെന്ന്, സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനാണ് എന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ കുരിശിലേക്ക് നോക്കി നിൽക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. കുരിശിനെ അഭിമുഖിച്ച് നിൽക്കുന്നവർക്ക് ദിവ്യമായ ആത്മീയ വെളിച്ചം കിട്ടും. ഈ ദുഃഖവെള്ളിയാഴ്ച നിങ്ങൾക്കെല്ലാവർക്കും ഈ ആത്മീയ വെളിച്ചം ലഭിക്കട്ടെ എന്നും നിങ്ങളുടെ അസ്തിത്വപരമായ അവസ്ഥകളില് ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് എപ്പോഴും മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുകയാണ്. എല്ലാ ദൈവകൃപകളും നിങ്ങൾക്ക് ഓരോരുത്തരും ലഭിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമീൻ.